രാഹുൽ ഗാന്ധി വയനാട്ടിലും ഉത്തർപ്രദേശിലും ജയിച്ചുകൊണ്ട് ഒരു സീറ്റ് ഒഴിയണം. അതിൽ വയനാട് സീറ്റ് ഒഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അവിടേക്ക് ആര് വരുമെന്നുള്ള ചർച്ച സജീവമാണ്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കായിരിക്കും കോൺഗ്രസ് മുൻഗണന നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ വാർത്തയ്ക്ക്? അതാണ് ശരിയെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റായ്ബറേലി ഹിന്ദി ഹൃദയഭൂമി ഉത്തർപ്രദേശിലെ വിജയം, ഇനിയും അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ എസ് പിയുടെ കൂടെ കൂടെ നിന്നാലേ കോൺഗ്രസിന് പയറ്റാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അഖിലേഷ് യാദവ് റായ്ബറേലിയിൽ വിടാനൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് വയനാടായിരിക്കും ഒഴിവാക്കുന്നത് എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ വയനാട് വിട്ട് കഴിഞ്ഞാൽ പ്രിയങ്ക മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് അംഗമാണ് അമ്മ സോണിയാഗാന്ധി, രാജ്യസഭ. അതെ, ഇങ്ങനെ ലോക്സഭയിൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ എത്തിയെന്നും വരും. ഇപ്പോൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ആളുകൾ സമ്മർദ്ദമുണ്ടല്ലോ. അപ്പോൾ 3 പേരൊരു കുടുംബത്തിൽ നിന്ന് വരിക എന്നൊക്കെ ഉള്ളത് പ്രയാസമാണെന്നാണ് ആ കുടുംബത്തിനെ പറ്റി വിവരമുള്ളവരൊക്കെ പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ഒക്കെ ആകാം. നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് റോബർട്ട് വാദ്രയായിരിക്കുമോ എങ്കിൽ എന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ മുസ്ലിം ലീഗ്, ഈ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു റായ്ബറേലിയിൽ രാഹുൽ എന്ന് പറയുന്ന പോലെയാണ് വയനാട്ടിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുകൂടി പറയാം. അപ്പം മുസ്ലിം ലീഗ് സത്യത്തിൽ ഈ മുരളീധരൻ തൃശ്ശൂർ തോറ്റല്ലോ, അങ്ങേരെ എങ്ങനെയെങ്കിലും മെരുക്കി വെക്കുന്നതാണ് നല്ലതെന്നുള്ളതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കരുണാകരൻ്റെ മകൻ എവിടെയും ഫിറ്റാണ് എന്ന് പറഞ്ഞിരുന്നു. വയനാട്ടിലും മുരളീധരൻ നിന്നാൽ പിന്തുണയ്ക്കും എന്നുള്ള, ജയിക്കുമല്ലോ, അപ്പോൾ പിന്തുണയ്ക്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങോട്ടും മത്സരിക്കാനില്ല, രാജ്യസഭയിലേക്കും ഞാനില്ല, ഞാൻ വയനാട്ടിലേക്കും ഇല്ല, കുറച്ച് നാൾ വിശ്രമിക്കുകയാണ് എന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക, കുറേ നാളത്തേക്ക് മാറി നിൽക്കുക. അപ്പോൾ പകരം ആര് എന്നുള്ളതാണ് സംഭവം. എങ്കിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു വനിതാ സ്ഥാനാർത്ഥിയും ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സൂചനയാണ്. ചിലപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിലെ മുസ്ലിം ലീഗിൻ്റെയും കൂടി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, കൺസോൾട്ടേഷനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വനിതാ സ്ഥാനാർത്ഥി എന്ന് കൂടി അതിന് അർത്ഥം കൽപ്പിക്കണം, മുസ്ലിം ലീഗിന് കൂടി വിരോധമില്ലാത്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഷമാ മുഹമ്മദ് അല്ലേ എന്ന് സംശയിക്കാനുള്ള സകല സാധ്യതയും ഉണ്ട്. കാരണം അദ്ദേഹം ഷാനിമോൾ ഉസ്മാന് വേണ്ടി ബാറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഷമാ മുഹമ്മദിന് താല്പര്യം ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ അവര് ശരിക്കും ശോഭിച്ച് സംസാരിച്ചിരുന്നു പാർട്ടിക്കെതിരെ. എന്താണ് ഈ സ്ത്രീകൾക്ക് അവസരം കിട്ടാത്തത്? മറ്റു പാർട്ടികളെ നോക്ക്, BJP സ്ത്രീകളെ നിർത്തിയിരിക്കുന്നു ഒന്നിൽ കൂടുതൽ, മറ്റേവരിന്ന് മറ്റു പാർട്ടികളിൽ നിന്നിരിക്കുന്നു. നമ്മുടെ ഒരാളെ മാത്രം നിർത്തിയിരിക്കുന്നു, രമ്യ ഹരിദാസ്. അവരെ നിർത്തിയിരിക്കുന്നത് തന്നെ സംവരണ മണ്ഡലം ആയതുകൊണ്ടാണ് എന്നൊക്കെ ഷമാ മുഹമ്മദ് അപ്പം ശരിക്കും ചൂടായിട്ട് സംസാരിച്ചിരുന്നു. അതിന് മുമ്പത്തെ തവണ 2 പേരുണ്ടായിരുന്നു. വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചിട്ടും ഇതാണ് സ്ത്രീകളുടെ ഗതി. ആലത്തൂർ സംവരണ മണ്ഡലമായതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസിന് കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ രമ്യ ഹരിദാസ് തോറ്റും പോയി. അവർ ചേലക്കരയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. ബാക്കി കോൺഗ്രസ്സുകാരൊക്കെ ജയിച്ചാണല്ലോ. അപ്പോൾ അവർക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്, അവർ ചേലക്കരയിൽ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ അവർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, കൊച്ചിയിൽ നടന്ന മഹിളാ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അടുത്ത 10 കൊല്ലത്തിൻ്റെ ഇടയിൽ 50% മുഖ്യമന്ത്രിമാരും സ്ത്രീകൾ ആയിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദ്ദേഹം വാക്ക് പാലിക്കട്ടെ, സ്ത്രീകൾ നിർത്തുകയെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. BJP 3 വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി. അവർ പറഞ്ഞതാണ്
ഇടത് കക്ഷികൾ CPIയും CPMും കൂടിയിട്ട് 2 പേരെ നിർത്തി. നമ്മുടെ പാർട്ടിയിൽ നിന്നാണെങ്കിൽ പത്മജ വേണുഗോപാൽ പോയി, നിരാശ ബാധിച്ചിട്ട്. 2019 BJP മൊത്തം 55 സ്ത്രീകളെ നിർത്തിയിരുന്നു ഇന്ത്യയിലൊട്ടാകെ. അതിൽ 41 പേര് ജയിച്ചിരുന്നു. കോൺഗ്രസ് 54 പേരെ നിർത്തി, പക്ഷെ 6 പേരെ ജയിച്ചുള്ളൂ. കോൺഗ്രസിനെ ആർക്കും വേണ്ടാതായല്ലോ. ഇങ്ങനെ ഇവർ ശോഭിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കെ സുധാകരൻ പറഞ്ഞു, അവർ പാർട്ടിയിൽ ആരുമില്ല, അവരെ പറയുന്ന ആര് കേൾക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും പ്രകോപിപ്പിക്കുകയാണ് സുധാകരൻ ചെയ്തത്. അപ്പോൾ ഇവർ പിന്നെയും പറഞ്ഞിരുന്നു, ഈ വേദികളിൽ പോലും ഇപ്പോൾ സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നില്ല, വേദികളിലും കാണുന്നില്ല. തോൽക്കുന്ന സീറ്റാണ് എപ്പോഴും സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. വടകരയിൽ എന്നെ പരിഗണിക്കാമായിരുന്നു അവർ പറഞ്ഞു. അപ്പോൾ ഷാഫി പറമ്പിലിനെയാണല്ലോ പരിഗണിച്ചത്. അപ്പോൾ വടകരയിൽ പരിഗണിക്കാത്തത് കൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ക്ഷമയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്ന്, ആ വനിതാ സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടുവരാം. അന്ന് ക്ഷമ പറഞ്ഞിരുന്നു, വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് നമുക്ക് പരിക്ക് പറ്റും എന്ന് പറഞ്ഞിരുന്നു. പാലക്കാട് ചിലപ്പോൾ BJPക്ക് ജയിക്കാം എന്നായിരിക്കും. അപ്പൊ ഷാഫിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഞാൻ നിൽക്കാൻ തയ്യാറാണല്ലോ എന്നാണ് അന്ന് പറഞ്ഞത് അവർ വടകരയില്. അപ്പോൾ വയനാട്ടിൽ ഒരു പക്ഷേ ഇവരെ നിർത്തണം എന്നായിരിക്കും ഈ ഷാഫി പറമ്പിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് സാർ, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഷമാ മുഹമ്മദിനോട് വലിയ താല്പര്യമില്ല. ഇപ്പം ഈ പറയുന്ന സുധാകരൻ മാത്രമല്ല, VD സതീശനും സപ്പോർട്ടൊന്നും ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നേതാക്കൾ അതിന് പഴകുമെന്നുള്ളത് കാണേണ്ടത്. എന്താണെന്ന് വെച്ചാൽ 2015 ഷമാ മുഹമ്മദ് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളൂ. പിന്നെ ഒരു വക്താവ് സ്ഥാനത്ത് ഈ നാഷണൽ ചാനലുകളിലൊക്കെ വന്ന് സംസാരിക്കാൻ ഒരാൾ വേണം ആയിരുന്നു. അത് രാഹുൽ ഗാന്ധി വഴിയോ മറ്റോ വന്നതാണ്. ഇവരൊന്നും തീരുമാനിച്ചതല്ല. ഇവരിവിടുന്ന് ജെബി മേത്തറയാണ് രാജ്യസഭയിലേക്ക് അയച്ചത്. അപ്പോഴും ഷമാ മുഹമ്മദിനൊന്നും പരിഗണിച്ചില്ല. പിന്നെ ഷമ ഈ ന്യൂമാഹി കാര്യമാണ്, പക്ഷേ പഠിച്ചതൊക്കെ കുവൈറ്റിൽ ഈ യുദ്ധകാലത്ത് പലായനം ചെയ്തൊക്കെ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിലൊക്കെ പെട്ടതാണ് അവര്. അപ്പോൾ CTVയിലൊക്കെ എന്തോ ജോലിയൊക്കെ കുറച്ചു കാലം ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഡെന്റിസ്റ്റാണെന്ന്. അപ്പോൾ ഇപ്പോൾ അവർക്കെതിരെ ഒരു കേസുണ്ട് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ. ഏപ്രിലിൽ അവർ കോഴിക്കോട് സ്ഥാനാർത്ഥി MK രാഘവന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ BJP വന്നു കഴിഞ്ഞാൽ എല്ലാ മോസ്കുകളും നശിപ്പിക്കും, എല്ലാ പള്ളികളും നശിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്കെതിരെ ഒരു കേസ് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷമാ മുഹമ്മദിന് വേണ്ടിയിട്ടാണോ ഈ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണുന്ന പേരുകളും മുസ്ലിം പേരുകളാണ്. അതേതൊക്കെയാണ്? അത് കാണുന്നത് MM ഹസൻ, PM നിയാസ്, ആര്യാടൻ ഷൗക്കത്ത്, ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ്. അത് മുസ്ലിം പേരുകൾ തന്നെയല്ലേ? പക്ഷെ സിദ്ദിഖ് MLA ആണ്. അതുകൊണ്ട് ഒരു വീണ്ടും പിന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ സാറ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന MM ഹസനെയും ഒക്കെ പരിഗണിക്കുന്നതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത്, ഈ മലപ്പുറത്ത് കോൺഗ്രസിനിടയിൽ വലിയൊരു തർക്കമാണ്. ഈ ആര്യാടൻ മുഹമ്മദ് നിൽക്കുന്ന പോലെ അല്ല ആര്യാടൻ ഷൗക്കത്തിന് സ്വീകാര്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിലമ്പൂരൊക്കെ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളും ഈ പറയുന്ന ലോക്സഭാ വയനാട് മേഖലയായിട്ട് ചേർന്ന് നിൽക്കും. അതായത് മുസ്ലിം ലീഗിന് വലിയ വേരോട്ടമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, മുസ്ലിം വോട്ടുകൾ കൃത്യമായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ പരിഗണിക്കാമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ വേണമെങ്കിൽ. അതെ, ഷമാ മുഹമ്മദ് അല്ല എങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കുന്നതാണല്ലോ ഈ പറയുന്നതിൻ്റെ. അതെ, അത് ഉറപ്പാണ്. കാരണം അത്രയും മുസ്ലിം. ആര്യാടൻ ഷൗക്കത്തിന് പിന്നെ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസനെപ്പോലുള്ളവരൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാന്ന് കരുതുന്ന ആളുകളാണ്. എന്താന്ന് വെച്ചാൽ മന്ത്രിസ്ഥാനം. അതുകൊണ്ട് പല ആളുകൾക്കും താല്പര്യമില്ല ഈ വയനാട്ടിലും ഒന്നും. കാരണം ഈ ലോക്സഭയിൽ പോയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഒന്നും ആരും മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. കേരളത്തിലെങ്കിലും ജയിച്ചത് മന്ത്രിയായി കിട്ടണം. അതാണ് എന്നോട് എത്രയോ MP പറയാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ. വകുപ്പുകളിൽ പോലും ചെല്ലാൻ പറ്റില്ല, കാരണം അവിടെ ഒന്നും ഒരു പരിചയമില്ലേ. BJPയുടെ അല്ലേ വകുപ്പുകളൊക്കെ. ഇവിടെ നിന്നൊരു MP എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിഗണനകളൊന്നും കിട്ടില്ല. അപ്പോൾ
അപ്പോൾ ഇനി UDF ഈ നിയമസഭയിലേക്ക് ഇപ്പോൾ 110 മണ്ഡലങ്ങളിൽ ജയിച്ചു നിൽക്കുകയാണ്. അതെ. അപ്പോൾ എളുപ്പമാണ് അടുത്ത നിയമസഭ എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഷമാ മുഹമ്മദ് അല്ലെങ്കിൽ പിന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ VD സതീശനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനിമോൾ ഉസ്മാനെ ആയിരിക്കും. അപ്പോഴും ഷമാ മുഹമ്മദിന് പരിഗണന കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അപ്പോഴും ഷമാ മുഹമ്മദ് തള്ളപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടിട്ടെങ്കിലും ഷമാ മുഹമ്മദ് വീറോടുകൂടി രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. അതായത് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണോ വാദിച്ചത് അതുപോലെ വീണ്ടും വാദിച്ചുകൊണ്ട് കുറേ കൂടി നേരത്തെ വാദിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഗുണം കിട്ടുമായിരിക്കും. ഷാഫി പറമ്പിലിനെയും അതുപോലത്തെ ആളുകളൊക്കെ രംഗത്തെടുക്കുക. അതായത് യൂത്ത് ആയിട്ടുള്ള കുറച്ച് MLA മാരുടെ ഒരു സപ്പോർട്ട്, MP മാരുടെ സപ്പോർട്ട് കിട്ടിയാൽ ഒരു പക്ഷേ പരിഗണിച്ചു. അതുപോലെ കുഞ്ഞാപ്പയെ പോയി കാണുക, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ PM സലാമിനോടും ഒക്കെ പറയാ, സാദിഖ് അലി തങ്ങളോട് പറയാ, അങ്ങനെ എല്ലാ രീതിയിലും ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ. മുസ്ലിം ലീഗിനോടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെയും കൂടി സ്ഥാനാർത്ഥിയാകാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ അകത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ലീഗിനോട് പറയുന്നതായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഷമാ മുഹമ്മദിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരിയ സാധ്യത സ്ഥാനാർത്ഥിയാകാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തായാലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും വയനാട്ടിൽ എന്നാണ് ഇപ്പോൾ സൂചന. മൊത്തം അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ഒരു വനിതാ മുസ്ലിം സ്ഥാനാർത്ഥി വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അല്ലെ. നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും അല്ല, ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും എഴുതി തള്ളുന്ന ഒരാൾക്ക് വേണ്ടി നമുക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കാം, ക്ഷമയ്ക്ക് മാത്രമേ ഉള്ളൂ.